നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 383 383. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 15-ാം അധ്യായം ശ്ലോകം 1 ഇന്ന് മുതൽക്ക് പറയേണ്ടത്. ശ്ലോകം 1. അധ തസ്യ പുനർവിപ്രേ അപുത്രസ്യ മഹീപതേ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമബദ്ധ്യത. ഇത് മൈത്രേയ ഉവാചയാണ് കേട്ടോ. ഇനി അത് ശ്രദ്ധിക്കാം. മൈത്രേയ ഉവാചയിലാണ് 1ാമത്തെ ശ്ലോകം. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അനന്തരം പുത്രനില്ലാതിരുന്ന രാജാവായ അവൻ്റെ പിന്നെയും വിപ്രന്മാരാൽ മഥനം ചെയ്യപ്പെടുന്ന 2 കൈകളിൽ നിന്ന്, ആദ്യം തൊട കടഞ്ഞപ്പോഴാണ് പ്രാകൃതന്മാരായിട്ടുള്ളവർ വന്നത്. ഇത് 2 കൈകളിൽ നിന്ന് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം മൈത്രേയർ പറഞ്ഞു. 15-ാം അധ്യായത്തിൽ പൃഥുവിൻ്റെ ഉൽപ്പത്തിയെ പറയുന്നു. ഇവിടെയാണ് പൃഥുചരിതം. പൃഥു ഭഗവാന്റെ അവതാരമാണ്. ഇനി അനന്തരം ബ്രാഹ്മണരായ ആ ഋഷികൾ സന്താനഹീനനായിരുന്ന ആ രാജാവിൻ്റെ 2 കൈകളെയും പിന്നെയും മഥനം ചെയ്തപ്പോൾ ഓരോന്നിൽ നിന്ന് 2 കൈയുണ്ടല്ലോ, ഒരു കൈയിൽ നിന്നൊരാണും വേറൊരു കൈയിൽ നിന്നൊരു പെണ്ണും, ഓരോ സന്താനമുണ്ടായി. ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയും ആയിരുന്നു. അപ്പോൾ പിതൃചക്രവർത്തിയുടെ അച്ഛൻ മഹാമോശക്കാരനായിരുന്നു. അപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ നമ്മളൊന്ന് സങ്കീർണമായിട്ട് ആലോചിച്ചുള്ളൊരു കാര്യം മനസ്സിലാവും. ഒരു ജനറേഷൻ നന്നായാൽ ഒരു ജനറേഷൻ മോശമാവും. ഇൻ ജനറൽ ടോ അങ്ങനെയാണ്. ഇനി വേറൊരു രഹസ്യം എന്താ? അമ്മയുടെ അത്ര മക്കൾക്ക് സൗന്ദര്യം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക്. അതും എക്സെപ്ഷണൽ കേസാണ് കേട്ടോ. 1-2 ഒക്കെ അവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ പൊതുവെ അമ്മയുടെ സുശീലത്വം മക്കൾക്ക് ഉണ്ടാവില്ല, എല്ലാം കൊണ്ടും. ഇതൊക്കെ പ്രാക്ടിക്കൽ ഗെയിമാണ്. ഇനി അതും വേണമല്ലോ പറയാം. അപ്പോൾ പറഞ്ഞു. ഇനി 2ാമത്തെ ശ്ലോകം പറയണു. തദ്ദൃഷ്ട്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദിന ഊജു പരമസന്തുഷ്ടാവിധിത്വാ ഭഗവത് കലാം. ഭഗവാന്റെ കലയാണ് പൃഥുവിനുണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. വേദം അധ്യയനം ചെയ്തിരിക്കുന്ന, വേദം പഠിച്ചവരുടെ കാര്യം, സോഷ്യൽ സ്റ്റഡീസും സയൻസും പഠിച്ചവരുടെ കാര്യം 2-2ആണ്. ശരിയേ? അപ്പോൾ വേദം അധ്യയനം ചെയ്തിരിക്കുന്ന ഋഷികൾ ജനിച്ചിരിക്കുന്ന ആ 2 സന്താനത്തെ കണ്ടിട്ട് ഭഗവാന്റെ അംശമാണെന്നറിഞ്ഞിട്ട് അത്യന്തം സന്തോഷിച്ചവരായിട്ട് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. വേദാധ്യായനാദി മഹിമയാൽ ഭഗവത് സ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ആ ഋഷികൾ അപ്പോൾ ജനിച്ചിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരായ ആ 2 സന്താനങ്ങളെ നോക്കിയിട്ട് ഭഗവാന്റെ അംശാവതാരങ്ങളാണെന്നറിഞ്ഞതിനാൽ ഏറ്റവും സന്തുഷ്ടന്മാരായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഋഷയാ ഊജുഹു. 3ാമത്തെ ശ്ലോകം. ഏഷ വിഷ്ണോർ ഭഗവത കലാഭുവനപാലിനി ഇയം ച ലക്ഷ്മ്യാ സംഭൂതി പുരുഷസ്യാനപായിനി. എന്താ അതിനർത്ഥം പറയാം? ഇവൻ ഭഗവാനായ വിഷ്ണുവിൻ്റെ ഭുവനങ്ങളെ പാലിക്കുന്നതായ അംശമാകുന്നു. ഭുവനങ്ങളെന്നാണ് പറഞ്ഞത്. ഈ ഭൂമിയിലുള്ള എല്ലാ വൻകരകളെയും പാലിക്കുന്നവെന്ന് അർത്ഥം പറയാം, അല്ലാണ്ട് ഭാരതം എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ ഇവളും ഭഗവാന്റെ വേർപാടോട് കൂടാതിരിക്കുന്ന, അതായത് ഭഗവാനോട് കൂടിയിരിക്കുന്ന മഹാലക്ഷ്മി തന്നെയാണ്, ലക്ഷ്മിയുടെ സംഭവമാകുന്നു എന്ന് പറഞ്ഞു.
ഇനി അതിൻ്റെ ഭാവാർത്ഥ പറയാൻ പോണത്. പുരുഷസ്വരൂപമായ ഈ സന്താനം ഭഗവാനായ വിഷ്ണുവിൻ്റെ ഭുവനങ്ങളെ പാലിക്കുന്ന ശക്തിയുടെ സ്വരൂപമാകുന്നു. ഈ സ്ത്രീരൂപമാകട്ടെ മഹാപുരുഷനെ പിരിഞ്ഞിരിക്കാത്ത മഹാലക്ഷ്മിയുടെ അവതാരമാകുന്നു എന്ന് പറഞ്ഞു. ഇനി 4-ാമത്തെ ശ്ലോകം. അയം തു പ്രഥമോ രാജ്ഞാം പുമാൻ പ്രഥയിതായശ പൃഥുർനാമ മഹാരാജോ ഭവിഷ്യതി പൃഥുശ്രവാഹ. ഈ പുരുഷനാകട്ടെ രാജാക്കന്മാരിൽ ഒന്നാമനും. ഇതിനു മുമ്പ് രാജാവ് ഉണ്ടായിട്ടില്ല. സത്യസങ്കല്പന്മാരായിട്ട് മഹിതയായ കീർത്തിയോട് കൂടിയവനും പൃഥുവെന്ന നാമധേയത്തോടു കൂടിയവനും മഹാരാജാവായിട്ട്, രാജാവും മഹാരാജാവും കൂടി വ്യത്യാസമുണ്ട്, മഹാരാജാവുമായിട്ട് ഭവിക്കും. യശസ്സിനെ വിസ്തരിക്കുന്ന. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഈ പുരുഷൻ മഹാകീർത്തിമാനും പൃഥുവെന്നു പേരുള്ളവനും രാജാക്കന്മാരിൽ പ്രഥമനുമായ മഹാരാജാവായി ഭവിക്കും. അപൂർവ കർമ്മങ്ങളാൽ, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കാത്ത അപൂർവ കർമ്മങ്ങളാൽ സ്വകീർത്തിയെ, ഭഗവാന്റെ കീർത്തിയെ ലോകത്തിൽ പ്രസിദ്ധമാക്കും എന്ന് പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം. ഇയം ച സുദതി ദേവി ഗുണഭൂഷണഭൂഷണ. വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ ഉള്ള ആഭരണങ്ങളെ കൊണ്ടല്ല, ഗുണഭൂഷണഭൂഷണ. സത്കർമ്മനിരതന്മാരായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഭൂഷണങ്ങളോട് കൂടിയവൾ ആയിട്ട് തീർന്ന സ്ത്രീക്ക് ശരിക്കും നല്ല ഭൂഷണം ഏതാ? ഇപ്പം നമ്മൾ കാണിക്കുന്ന കൂടുതൽ ഡയമണ്ടോ അങ്ങനെയല്ല, നല്ല സുശീലത്വം. അവിടെയാണ് സത്യഭാമയും രുക്മിണിയും കൂടിയുള്ള വ്യത്യാസം. അപ്പോൾ 5-ാമത്തെ ശ്ലോകം നോക്കൂ. ഇയം ച സുദതി ദേവി ഗുണഭൂഷണഭൂഷണ അർച്ചിർനാമ വരാരോഹ പൃഥുമേവാവരുന്ധതി. ശോഭയുള്ളവളും ഗുണങ്ങൾക്കും ഭൂഷണങ്ങൾക്കും ഭൂഷണമായിരിക്കുന്നവൾക്കും, ഗുണങ്ങൾക്കും ഭൂഷണങ്ങൾക്കും ഭൂഷണമായിരിക്കുന്നവളും മനോഹരങ്ങളായ ദന്തങ്ങളോടുകൂടിയവളുമായ ഇവളും അർച്ചിസ് എന്ന പേരോടുകൂടിയ ഉത്തമ സ്ത്രീയായിട്ട്. അപ്പോൾ പൃഥുവിൻ്റെ ഒപ്പം ജനിച്ച കുട്ടിയുടെ പേരാണ് അർച്ചിസ് എന്ന പേരോടുകൂടിയ ഉത്തമ സ്ത്രീയായിട്ട്, പൃഥുവിനെ തന്നെ അനുസരിക്കുന്നവളായിട്ട് എന്ത് ചെയ്തു? ഭവിക്കും. കൂടപ്പിറപ്പനെ, അല്ലെങ്കിൽ അങ്ങനെ പറയാം, അവർ വിവാഹം ചെയ്തു, അവർ പരസ്പരം ബഹുമാനിച്ചും കൊണ്ടാണ് അർത്ഥം. അപ്പോൾ ദേവസ്ത്രീ തുല്യയും സൽഗുണങ്ങൾക്കും ഉത്കൃഷ്ടങ്ങളായ. അപ്പോൾ ഇവിടെ ഒരു ഉദരത്തിൽ നിന്നല്ലല്ലോ വന്നത്, 2 കൈകളിൽ നിന്നല്ലേ വന്നത്. അപ്പോൾ വിവാഹം കഴിക്കാമെന്നാ, ഇടത് കൈയും വലത് കൈയും. അപ്പോൾ ആ ഇടത് വലത് ഭഗവാൻ, ഇടത് ഭഗവതി, അങ്ങനെ അർച്ചിസ്. ദേവസ്ത്രീ തുല്യയും സൽഗുണങ്ങൾക്കും ഉത്കൃഷ്ടങ്ങളായ ആഭരണങ്ങൾക്കും ഭൂഷണമായിരിക്കാൻ തക്ക ബുദ്ധിയോഗ്യതയും ശരീര സൗന്ദര്യമുള്ള സുദതിയായ ഈ ഉത്തമ സ്ത്രീ അർച്ചിസ് എന്ന പേരോടുകൂടിയവളായിട്ട് പൃഥുവിനെ തന്നെ ഭർത്തൃത്വേന സ്വീകരിച്ച് ഒരുമിച്ച് വസിക്കും. പുരുഷന് പൃഥുവെന്നും സ്ത്രീക്ക് അർച്ചിസ് എന്നും മുനിമാർ പേർ വിളിച്ചുവെന്ന് സാരം. 6. ഏഷ സാക്ഷാത് ധരേരംശോ. ഈ അർച്ചിസ് ആരാ? ധരയുടെ അംശം, ഭൂമിദേവിയുടെ. ഏഷ സാക്ഷാത് ധരേരംശോ ജാതോ ലോകരിരക്ഷയാ ഇയം ച തത്പരാഹി ശ്രീരനുജജ്ഞേ അനപായിനി. ഇവൻ ലോകത്തെ രക്ഷിപ്പാൻ ഇച്ഛയോടുകൂടെ ജനിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയുടെ അംശമാകുന്നു. ഇവളും ശ്രീഹരിയിൽ പരമപ്രേമത്തോടു കൂടിയവളും പിരിഞ്ഞിരിക്കാത്തവളുമായ ലക്ഷ്മി ദേവി അനുസരിച്ച് ജനിച്ചവളാകുന്നു. ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ഇവൻ ലോകത്തെ സംരക്ഷിപ്പാനുള്ള കാരുണ്യത്തോടുകൂടെ അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയുടെ അംശവും ഇവൾ ശ്രീഹരിയിൽ പരമപ്രേമത്തോടു കൂടിയവളും ശ്രീഹരിയെ വേറിട്ടിരിക്കാത്തവളുമായ ശ്രീദേവിയുടെ അവതാരവുമാകുന്നു എന്ന് പറഞ്ഞു. 7.
പ്രശംസന്തി സ്മതം വിപ്രാ ഗന്ധർവ പ്രവരാജഗു മുമുജു സുമനോധാരാ സിദ്ധാ നൃത്യന്തി സുസ്ത്രീയാം. അതായത് ബ്രാഹ്മണർ അവനെ പ്രശംസിച്ചു. കാരണം എന്താ? ഭൂദേവന്മാരാവുന്ന ബ്രാഹ്മണൻ ലോകനാഥനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ പ്രശംസിച്ചു എന്നർത്ഥം. ഗന്ധർവശ്രേഷ്ഠന്മാർ ഗാനം ചെയ്തു, സിദ്ധന്മാർ പുഷ്പാധാരകളെ വർഷിച്ചു, സ്വർഗത്തിലെ സ്ത്രീകൾ നർത്തനം ചെയ്തു. അതൊക്കെ അസ്യൂഷ്യം, സ്വാഭാവികമായിട്ട്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം വരുന്നു. ഭൃഗു മുതലായ ഋഷികളെ കൂടാതെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ബ്രാഹ്മണന്മാർ ഭഗവാന്റെ കല്യാണ ഗുണങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്തു, സ്തുതി ചെയ്തു. ഗന്ധർവന്മാരുടെ അധിപന്മാരായ വിശ്വാവസ മുതലായവർ സന്തോഷസൂചകമായി ഗാനം ചെയ്തു. സിദ്ധന്മാരാകട്ടെ പുഷ്പവർഷം ചെയ്തു. ദേവസ്ത്രീകൾ നർത്തനം ചെയ്തു. നായി. 8ാമത്തെ ശ്ലോകം. ശംഖതുര്യമൃദംഗാദ്യാനേതുർധുന്ധുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുർദേവർഷി പിതൃണാം ഗണ. സ്വർഗത്തിൽ ശബ്ദിച്ചു. ഏത്? ദേവവാദ്യങ്ങളൊക്കെ. അവിടെ എല്ലാവരും ഉപാഗമിച്ചു, എല്ലാവരും അവിടെ ഒത്തുകൂടി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. എന്താണ്? സ്വർഗത്തിൽ ശംഖം, തുര്യം, മൃദംഗം മുതലായ വാദ്യങ്ങളെ ദേവന്മാർ മുഴക്കി. പൃഥുവിൻ്റെ അവതാരം ഉണ്ടായ സ്ഥാനത്തിൽ ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ ഇവരുടെ സംഘം വന്നു ചേർന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഒരു 3 ശ്ലോകം 9, 10, 11 ഒന്നായിട്ട് പോവും. അതെങ്ങനെ? ബ്രഹ്മ ജഗദ്ഗുരുർദേവേ സഹാശ്രിത്യ സുരേശ്വരേ വൈനസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗധാഭൃധ. അതായത് ഈ വേനപുത്രനായിരിക്കുന്ന പൃഥുവിൻ്റെ കയ്യിൽ എന്ത്? ഹസ്തേ ദൃഷ്ട്വ ചിഹ്നം ഗദാഭൃത, ഗദധാരി, ഗദ. അപ്പം അത് മഹാവിഷ്ണുവിൻ്റെയാണ്. പാദയോരരവിന്ദം, കാലിൽ താമരയുടെ അടയാളം. പാദയോരരവിന്ദം ചതം വൈ മേനേ ഹരേ കലാം യസ്യാ പ്രതിഹതം ചക്രം അംശ സ പരമേഷ്ഠിന തസ്യാഭിഷേക ആരബ്ധോ ബ്രാഹ്മണേ ബ്രഹ്മവാദിഭി ആഭിഷേചനികാന്യസ്മ ആജക്രു സർവതോ ജന. അങ്ങനെ ഉണ്ടായത്. അതായത് ലോകങ്ങളുടെ പിതാവായ ബ്രഹ്മാവ് ദേവേന്ദ്രൻ മുതലായ ദേവന്മാരോടുകൂടെ ആഗമിച്ചിട്ട് പൃഥുവിൻ്റെ വലത്തെ കൈയിൽ വിഷ്ണുവിൻ്റെ അടയാളത്തെയും പാദങ്ങളിൽ താമരപ്പൂവിനെയും കണ്ടിട്ട് അവനെ ഹരിയുടെ അംശമെന്നും വിചാരിച്ചു. യാതൊരുവന് തടസ്സമില്ലാത്തതായ ചക്രമുണ്ടോ അവൻ പരമേശ്വരൻ്റെ അംശമാകുന്നു. വേദം അറിയുന്നവരായ ബ്രാഹ്മണരാൽ അവൻ്റെ അഭിഷേകം ആരംഭിക്കപ്പെട്ടു. എല്ലാ ദിക്കിൽ നിന്നും ജനങ്ങൾ യാതൊരുവനായിക്കൊണ്ട് അഭിഷേക സാധനങ്ങളെ ആഹരിച്ചു. അതായത് സംഭാരം ചെയ്ത് കൊണ്ടുവന്നു, സംഭരിച്ചു എന്നർത്ഥം. ഇനി അതിൻ്റെ 3 ശ്ലോകത്തിനും കൂടിയിട്ടുള്ള ഭാവാർത്ഥ പറഞ്ഞത്. സ്വാമി പോകുന്ന ദിക്കിൽ ഭൃത്യന്മാരും പോകും എന്നുള്ള ന്യായപ്രകാരം പൃഥുവായിട്ട് അവതരിച്ചിരിക്കുന്ന ശ്രീഹരിയുടെ സമീപത്തിൽ ബ്രഹ്മാദിദേവന്മാർ ആഗമിച്ചതിനെ വിവരിക്കുന്നു. കാരണം എന്താ? മഹാവിഷ്ണുവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവരും സ്വാഭാവികമായിട്ട് അവിടെ വരും. സകല ലോകങ്ങളുടെയും പിതാവായ ബ്രഹ്മദേവൻ ഇന്ദ്രാദികളായ ദിക്പാലകന്മാരോടും സനകാദികളോടും കൂടെ അവിടെ വന്നു. വേന ശരീരത്തിൽ നിന്ന് അവതരിച്ചിരിക്കുന്ന പൃഥുവിൻ്റെ വലത്തെ കൈയിൽ അന്യരേഖകളുടെ സംബന്ധത്തോട് കൂടാതെ സ്വച്ഛമായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് പ്രകാശിക്കുന്ന ചക്രരേഖയും പാദങ്ങളിൽ താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള രേഖയും കണ്ടിട്ട് ഇവൻ ശ്രീഹരിയുടെ അംശം തന്നെ എന്ന് നിശ്ചയിച്ചു. ഏതൊരുവൻ്റെ കരത്തിൽ ചക്രരേഖ മറ്റു രേഖകളുടെ തടസ്സം കൂടാതെ പ്രകാശിക്കുന്നുവോ അവൻ ഹരിയുടെ അംശമാണെന്ന് സാമുദ്രിക ശാസ്ത്രം ബോധിപ്പിക്കുന്നു. വേദജ്ഞന്മാരായ ബ്രാഹ്മണന്മാർ
പൃഥുവിനെ ഭൂലോകത്തിൽ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ഭാവിച്ച ഉടനെ സർവ്വ ദിക്കുകളിൽ നിന്നും ജനങ്ങൾ അഭിഷേക സാധനങ്ങളെ കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്നാണ് പറഞ്ഞത്. 12ാമത്തെ ശ്ലോകം. സരിൽ സമുദ്ര ഗിരയോ നാഗ ഗാവ ഗഗാ മൃഗ ദൗക്ഷിതി സർവഭൂതാനി സമാജക്രുവായനം. നദികളും സമുദ്രങ്ങളും പർവ്വതങ്ങളും സർപ്പങ്ങളും പശുക്കളും പക്ഷികളും മൃഗങ്ങളും അന്തരീക്ഷവും ഭൂമിയും സകല ഭൂതങ്ങളും കാഴ്ചദ്രവ്യത്തെ കൊണ്ടുവന്നു എന്നാ. ആർക്ക്? ശ്രീഹരിക്ക്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. അഭിഷേകം കഴിഞ്ഞപ്പോൾ സകല ഭൂതങ്ങളും ചക്രവർത്തി മഹാരാജാവിന് സാദരം കാഴ്ചദ്രവ്യങ്ങളെ സമർപ്പിച്ചു. നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയുടെ സൂക്ഷ്മരൂപങ്ങളായിരിക്കുന്ന ദേവതകളും സർപ്പങ്ങൾ, പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയും അന്തരീക്ഷം, ഭൂമി എന്നിവയുടെ സൂക്ഷ്മദേവതകളും എന്നുവേണ്ട സർവഭൂതങ്ങളും കാഴ്ചദ്രവ്യങ്ങളെ സമർപ്പിച്ചു എന്നാണ് ശ്രീഹരിക്ക് വേണ്ടിയിട്ട്. 13ാമത്തെ ശ്ലോകം. സ അഭിഷിക്തോ മഹാരാജ സുവാസ സാധ്വലങ്കൃത പത്ന്യാർച്ചിഷ അലങ്കൃതയാ വിരേജേ അഗ്നിരവാപര. അതായത് അഭിഷേകം ചെയ്യപ്പെട്ട മഹാരാജനായ അവൻ ശോഭന വസ്ത്രത്തോടു കൂടിയവനും നന്നായി അലങ്കരിക്കപ്പെട്ടവനും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന പത്നിയായ അർച്ചിസോടു കൂടിയവനുമായിട്ട് ഇവ രണ്ടാമതായ അഗ്നി എന്ന പോലെ ശോഭിച്ചു. ആരുടെ അടുത്ത്? പൃഥുചക്രവർത്തി അടുത്ത്. അപ്പോൾ പറയണു, ബ്രാഹ്മണരാൽ അഭിഷേകം ചെയ്യപ്പെട്ട മഹാരാജാവായ പൃഥുചക്രവർത്തി രാജോചിതമായ വിശേഷ വസ്ത്രാലങ്കാരങ്ങളെ ധരിച്ചു. അതുപോലെ തന്നെ അലങ്കൃതയായ സ്വപത്നിയായ അർച്ചിസ് എന്ന ദേവിയോട് കൂടിച്ചേർന്നപ്പോൾ ജ്വാലാഭൂയിഷ്ടനായ രണ്ടാമത്തെ അഗ്നി പോലെ പ്രശോഭിച്ചു എന്നാണ്. ഈ അഗ്നി എന്തിൻ്റെ എന്നാ പറയുക? ശുദ്ധിയുടെ പ്രതീക. ഇനി 14, 15, 16, 17 4 ശ്ലോകങ്ങളൊപ്പം പോകും. തസ്മൈ ജഹാരധനദോ ഹൈമം വീരവരാസനം വരുണസലിലസ്രാവം ആദപത്രം ശശിപ്രഭം വായുശ്ച ബലവ്യജനേ ധർമ്മകീർത്തിമയീം സ്രജം ഇന്ദ്രകിരീടമുത്കൃഷ്ടം ദണ്ഡം സംയമനം യമ ബ്രഹ്മ ബ്രഹ്മമയം വർമ്മ ഭാരതീഹാരമുത്തമം ഹരി സുദർശനം ചക്രം തത്പത്ന്യാ വ്യാഹതാം ശ്രിയം ദശചന്ദ്രമസീം രുദ്രാത് ശതചന്ദ്രം തഥാംബിക സോമോ അമൃതമായാന അശ്വാം സ്ത്വഷ്ട്വാ രൂപാശ്രയം രഥം. ഇങ്ങനെയാണ് 4 ശ്ലോകങ്ങൾ. കുബേരൻ സ്വർണ്ണനിർമ്മിതമായ ജലമൊഴുകുന്നതായ ചന്ദ്രനെ പോലെ പ്രഭയോടുകൂടിയ കുട ആതപത്രം, വെൺചാമരങ്ങളെ മാലയെ കീഴടക്കുവാൻ ഉപകരിക്കുന്ന ദണ്ഡത്തെ കവചത്തെ ആര് കൊടുത്തു? ശ്രീദേവി. നശിക്കാത്ത മുത്തുമാലയെ 10 ചന്ദ്രക്കലയോടുകൂടിയ വാളിനെ രുദ്രാണി എന്ന് പറഞ്ഞാൽ അംബിക. ചന്ദ്രൻ അമൃത മരണാദിധർമ്മങ്ങളോട് കൂടാതിരിക്കുന്ന കുതിരകളെ വിശ്വകർമാവ് സൗന്ദര്യാസ്പദമായ തേരിനെ അവനായിക്കൊണ്ട് സമർപ്പിച്ചു. ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം. ഓരോരുത്തർ സമർപ്പിച്ചതായ കാഴ്ചദ്രവ്യങ്ങളെ വെവ്വേറെ കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. സ്വർണ്ണനിർമ്മിതവും വീരന്മാർക്ക് ഇരിപ്പാൻ ഉചിതവുമായ ഉത്കൃഷ്ട ആസനത്തെ കുബേരനും ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതും അമൃതം ഒഴുകുന്നതുമായ വെൺകൊറ്റക്കുടയെ വരുണനും 2 വെൺചാമരങ്ങളെ വായുദേവനും, അതായത് ഈ ചാമരങ്ങൾ കാറ്റുണ്ടാവാൻ അത് വായുദേവനല്ലാണ്ട് ആരെ കൊടുക്കുക? കീർത്തി തന്നെ മൂർത്തി എന്ന് ധരിച്ചതോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്ന പൂമാലയെ ധർമ്മദേവനും ഉത്കൃഷ്ടമായ കിരീടത്തെ ദേവേന്ദ്രനും
എല്ലാവരെയും കീഴടക്കുവാൻ ശക്തിയോടുകൂടിയ ദണ്ഡത്തെ യമനും, ബ്രഹ്മസ്വരൂപമായ കവചത്തെ ബ്രഹ്മാവും, ഉത്തമമായ മുത്തുമാലയെ സരസ്വതീ ദേവിയും, സുദർശന ചക്രത്തെ ശ്രീഹരിയും. അപ്പോൾ നാരായണൻ വേറെ, ശ്രദ്ധിക്കണം, അതൊക്കെയാണ്. അപ്പോഴാണ് ചക്രം കൊടുക്കുന്നത്. നശിക്കാത്തതായ ശോഭയെ ശ്രീഹരിപത്നിയായ ശ്രീദേവിയും, ചന്ദ്രാകൃതിയിലുള്ള 10 അടയാളങ്ങളോട് കൂടിയ വാളിനെ രുദ്രനും, ആ മാതിരി 100 ചിഹ്നങ്ങളുള്ള മറ്റൊരു വാളിനെ രുദ്രാണിയും ഭഗവതി, മരണം, ക്ഷീണം, വിയർപ്പ്, വിശപ്പ്, ദാഹം മുതലായവ ഇല്ലാതിരിക്കുന്ന കുതിരകളെ ചന്ദ്രനും, സൗന്ദര്യത്തിൻ്റെ സ്വരൂപമോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്ന തേരിനെ വിശ്വകർമാവും കൊടുത്തുക. ഇനി വേറൊരു 3 ശ്ലോകം 18, 19, 20 ഒപ്പം പോവും. നോക്കുക. അഗ്നിരാജകവം ചാപം സൂര്യോ രശ്മിമയാനിഷൂൻ ഭൂപാതുകേ യോഗമയ്യോദ്യോ പുഷ്പാവലിമന്വഹം നാട്യം സുഗീതം വാദിത്രം അന്തർധാനം ച ഖേചരാഹ ഋഷയശ്ചാശിഷ സത്യ സമുദ്ര ശങ്കം ആത്മജം സിന്ധവ പർവ്വതാനദ്യോരഥവീധിർമഹാത്മന സുതോ അത മാഗധോ വന്ദീതം സ്തോതും ഉപതസ്ഥിരേ. ഇതാണ് 3 ശ്ലോകങ്ങൾ. അപ്പോൾ പറയണു, അജത്തിൻ്റെയും പശുവിൻ്റെയും കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ, അതായത് ആടിൻ്റെയും പശുവിൻ്റെയും കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലിനെ, രശ്മി രൂപങ്ങളായ ബാണങ്ങളെ, യോഗിശക്തിയുള്ള മെതിയടികളെ, ആകാശചാരികൾ സത്യകളായ ആശിസ്സുകളെ, തന്നിൽ നിന്നുണ്ടായ ശംഖത്തെ, സമുദ്രങ്ങൾ, ലവണസമുദ്രം, രഥമാർഗങ്ങളെ ഒക്കെ പ്രദാനം ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്. ആടിൻ്റെയും പശുവിൻ്റെയും കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ വില്ലിനെ അഗ്നിദേവനും, രശ്മികൾ എന്ന പോലെ അതിവേഗത്തിൽ പായുന്ന ബാണങ്ങളെ സൂര്യഭഗവാനും, വിചാരിച്ച മാത്രയിൽ വിചാരിച്ച ദിക്കിലെത്തുന്ന ശക്തിയുള്ള മെതിയടികളെ ഭൂമിദേവിയും, എല്ലാ ദിവസവും പുഷ്പവർഷം ചെയ്തു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞയെ അന്തരീക്ഷ ദേവതയും, നാട്യവിദ്യ, ഗാനവിദ്യ, വാദ്യവിദ്യ, അന്തർധാനവിദ്യ എന്നിവയെ ആകാശസഞ്ചാരികളായ ഗന്ധർവ വിദ്യാധരാദിദേവന്മാരും, സത്യകളായ ആശിസ്സുകളെ ഋഷികളും, തന്നിൽ നിന്നുണ്ടായ ശംഖത്തെ ലവണസമുദ്രവും ദാനം ചെയ്തു. സപ്തസമുദ്രങ്ങളും പർവ്വതങ്ങളും നദികളും മഹാത്മാവായ ആ മഹാരാജാവിൻ്റെ രഥസഞ്ചാരത്തിന് മാർഗം അനുവദിക്കാം എന്നുള്ള അനുഗ്രഹം നൽകി. അനന്തരം സൂതമാഗതവന്തികൾ ആ മഹാരാജാവിനെ സ്തുതിപ്പാൻ പുറപ്പെട്ടു എന്നായി. 21ാമത്തെ ശ്ലോകം കുറച്ച് സ്പീഡ് കൂടിയെന്ന് സാരില്ല. സ്ഥാവകാം സ്ഥാനഭിപ്രേത്യ പൃഥുർവൈന്യ പ്രതാപവാൻ മേഘനിർഹ്രാദയാ വാച പ്രഹസന്നിതം അബ്രവീത്. എന്താ ഉണ്ടായത്? ഉത്കൃഷ്ടമായ പ്രതാപത്തോടുകൂടിയവനും വേനശരീരത്തിൽ നിന്ന് ജനിച്ചവനുമായ പൃഥു അവരെ സ്തോത്രത്തിന് പുറപ്പെട്ടവരെന്ന് അറിഞ്ഞിട്ട് മന്ദഹാസം ചെയ്തിട്ട് മേഘശബ്ദത്തോടുകൂടിയ വാക്കുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം, സൂതാദികൾ തന്നെ സ്തുതിപ്പാൻ ഭാവിക്കുന്നതായി അറിഞ്ഞിട്ട് ദേവനാംഗത്തിൽ നിന്ന് ജാതനും വേനാങ്കൻ, വേനൻ എന്നുള്ള രാജാവിൻ്റെ കൈകളിൽ നിന്ന് ജാതനും യഥാർത്ഥമായ പ്രതാപമുള്ളവനുമായ, കാട്ടിക്കൂട്ടലല്ല എന്നർത്ഥം, യഥാർത്ഥമായ പ്രതാപമുള്ളവനുമായ പൃഥു മഹാരാജാവ് മന്ദഹാസം ചെയ്തു. മേഘഗർജനം പോലെ ഗംഭീരമായ ശബ്ദത്തോടുകൂടിയ വാക്കുകളെ പുറപ്പെടുവിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. എപ്രകാരം? പൃഥുരുവാച. ശ്ലോകം 22. ഭോ സൂത ഹേ മാഗധ സൗമ്യ വന്ദിൻ ലോകേ അധുനാ അസ്പഷ്ടഗുണസ്യ മേ സ്യാൽ കിം ആശ്രയോ മേ സ്തവയേഷ യോജ്യതാം മാമയ്യ ഭൂവൻ വിദദാഗിരോ വാ. ഹേ ഭോ സൂത, ഹേ മാഗധ, സൗമ്യ,
അല്ലയോ സൂതാം, സൗമ്യനായ വന്ദിൻ, ഇപ്പോൾ ലോകത്തിൽ സ്പഷ്ടമല്ലാത്ത ഗുണങ്ങളോടുകൂടിയ എൻ്റെ സ്തോത്രം എന്തിനെ ആശ്രയിച്ചിരിക്കും? എന്നിൽ നിങ്ങളുടെ വാക്കുകൾ നിരർത്ഥങ്ങളായിട്ട് ഭവിക്കരുത്, അർത്ഥമില്ലാത്തതായിട്ട് ഭവിക്കരുത്. അർത്ഥമുള്ള വാക്കുകളെ പറയാം. ഇവൻ യോജിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനായിട്ട് യോജിക്കണം, ലയിക്കണം, അതന്നെ ഉദ്ദേശം. അപ്പം അതിൻ്റെ ഭാവാർത്ഥമാണ് ഇനി പറഞ്ഞത്. പൃഥു പറഞ്ഞു, അല്ലയോ സൂതമാഗത വന്ദികളെ, ഇപ്പോൾ എൻ്റെ ഗുണങ്ങൾ ലോകത്തിൽ സ്പഷ്ടമായിട്ടില്ലാതിരിക്കെ നിങ്ങൾ എന്നെ സ്തുതിക്കുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ഞാനൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോണു. ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ വേണമെങ്കിൽ സ്തുതിച്ചോളൂ. എന്നിൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വാക്കുകൾ വ്യർത്ഥങ്ങളായി ഭവിക്കരുതല്ലോ. ആചാര്യസ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ വ്യർത്ഥമായ വാക്കുകൾ പറയരുത്, എന്നാൽ ഇതിലുള്ളത് പറയാണ്ടിരിക്കുകയും ചെയ്യരുത്. ഭാഗവതത്തിലുള്ള അസംഷൻസ് നമ്മൾ ചെയ്യണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് സർവഗുണസമ്പൂർണനായിരിക്കുന്ന ഈശ്വരനെ നിങ്ങൾ സ്തുതിപ്പിൻ, എന്നെ സ്തുതിപ്പാൻ കാലമായില്ല എന്ന് സാരം. ഇതാണ് എൻ്റെ ഗുരുനാഥൻ എന്നെ ഓർമ്മിപ്പിച്ച വേറൊരു കാര്യം. എന്താ? നമ്മളെല്ലാം സ്തുതിക്കേണ്ടത്, ഈശ്വരനെ സ്തുതിക്കാൻ പറയാം. 23 തസ്മാൽ പരോക്ഷേ അസ്മദുപശ്രുതാന്യനം കരിഷ്യത സ്തോത്രമഭീച്യവാച സത്യുത്തമ ശ്ലോക ഗുണാനുവാദേ ജുഗുപ്സിതം നസ്തവയന്തി സഭ്യ. ഇതാണ് ശ്ലോകം. എന്താണ്? മധുരമായ വാക്കുകളോട് കൂടിയവരെ, ആരെ? സൂതിമാഗതന്മാരെ. അത് ഹേതുവായിട്ട് കാലാന്തരത്തിൽ നമ്മുടെ ഗുണങ്ങളെക്കുറിച്ച് സ്തോത്രത്തെ യഥേഷ്ടം ചെയ്യുവിൻ, ഇഷ്ടം പോലെ. ഉത്തമ ശ്ലോകന്റെ ഗുണങ്ങളെ അനുവദിപ്പാനുള്ളപ്പോൾ നിന്ദാർഹമായതിനെ സഭ്യന്മാർ സ്തുതിപ്പിക്കുകയില്ല. അതായത് ഇത് വളരെ, ഈശ്വരൻ നിന്ദാർഹനല്ല, സ്തുതിക്കപ്പെടേണ്ടവനാണ്. ഈശ്വരനെ മനുഷ്യന്മാരൊക്കെ നിന്ദിക്കപ്പെടേണ്ടവളാണ്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എവിടെ പോയിട്ട് അവസാനിക്കാന്നുള്ളത്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് വരിക. അല്ലയോ മധുരമായി സംസാരിക്കുന്ന സൂതമാഗതാദികളെ, എൻ്റെ ഗുണങ്ങൾ ലോകത്തിൽ പ്രഖ്യാതങ്ങളായതിനു ശേഷം അവയെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും സ്തുതിച്ചുകൊള്ളുവിൻ. സഭ്യന്മാർ എന്നെ സ്തുതിപ്പാനായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ ധരിക്കേണ്ട. കീർത്തിച്ച മാത്രത്തിൽ ജനങ്ങളുടെ ഹൃദയാന്തകാരത്തെ നശിപ്പിക്കുവാൻ സമർത്ഥമായിരിക്കുന്ന യശസ്സോടുകൂടിയ ഭഗവാന്റെ ഗുണങ്ങൾ കീർത്തനീയങ്ങളായിരിക്കെ അപ്രസിദ്ധനായ ഒരുവനെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ സഭ്യന്മാർ പറയുകയില്ല. എത്രയോ വലിയ ഉദാത്തമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണത്. പ്രശ്നയോ 24-ാമത്തെ ശ്ലോകത്തോടു കൂടി ജനഗണമന പാടാം. 24-ാമത്തെ ശ്ലോകം എന്താ? മഹത് ഗുണാനാം ആത്മനി കർത്തുമീശ കസ്താവകേ സ്ഥാവയതേ അസദോ അഭി തേസ്യാ ഭവിഷ്യന്നിധി വിപ്രലബ്ധോ ജാനാവഹാസം കുമതിർന വേദാം. എന്താ? ആത്മാവിൽ മഹാന്മാരുടെ ഗുണങ്ങളെ ഉണ്ടാക്കുവാൻ സമർത്ഥനായ ഏതൊരുവൻ. നമ്മളൊക്കെ സമർത്ഥന്മാരാക്കുന്നത് ആരാ? ഭഗവാനാണ്. നമ്മുടെ പാർട്ടി നമ്മളൊന്നും അല്ല. അവിദ്യാമാനങ്ങളായിരിക്കുന്നുവെങ്കിലും ഗുണങ്ങളെ സ്തുതിപ്പിക്കും. അവ ഇവന് ഉണ്ടാകും. ഇപ്രകാരം വഞ്ചിക്കപ്പെടുന്ന ബുദ്ധിഹീനൻ ജനപരിഹാസത്തെ അറിയുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ ഉയർത്തി പറഞ്ഞാൽ അത് അപഹാസ്യാവുന്ന പറഞ്ഞത് ഭഗവാൻ. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? ശ്രദ്ധിക്കുക. സജ്ജനങ്ങൾ ആചരിക്കുന്നതായ ശൗശീല്യം, സ്വധർമാനുഷ്ഠാനം മുതലായ
കല്യാണ ഗുണങ്ങളെ സമ്പാദിക്കുവാൻ സമർത്ഥമായ ഏതെങ്കിലും ഒരുവൻ, ഹൂവർ ഇറ്റ് മേ ബി, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യശൂദ്ര ഒരു കണ്ടീഷനുമില്ല, വർത്തമാനകാലത്തിൽ തനിക്കില്ലാത്ത ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് സംഭാവനയാൽ സ്വസ്ത്രം ചെയ്യിപ്പാൻ ഒരുങ്ങുമോ? ഒരുങ്ങാൻ പാടില്ല, ഒരുങ്ങില്ല. ഇദ്ദേഹം ശാസ്ത്രാഭ്യാസങ്ങൾ ചെയ്താൽ സുപ്രസിദ്ധന്മായിരിക്കുന്ന വൈദുഷ്യാദി ഗുണം ഉണ്ടാകാതിരിക്കയില്ല എന്നിങ്ങനെയുള്ള സ്വസ്ത്രം ചെയ്യുന്നത് ഇവനെ വഞ്ചിക്കുകയാണെന്നറിയുവാൻ യോഗ്യതയില്ലാത്ത ഈ ബുദ്ധിഹീനനെ ജനങ്ങൾ പരിഹസിക്കുമെന്ന് ഇവൻ അറിയുന്നില്ല. അതാണ് നമ്മൾ മറ്റുള്ളവരുടെ പരിഹാസ പാത്രങ്ങളായി തീരരുത് എന്ന് പറഞ്ഞു. ഇതിനൊക്കെ കാരണക്കാരനായിരിക്കുന്ന ആ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.